ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വർക്ക് ആൻഡ് ടൈം എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബേസിക് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗം നന്നായി നോക്കിക്കോളൂ. ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു റിവിഷൻ ആയിക്കോട്ടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയിൻ റൂള് എന്ന ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള അതിലെ ടോപ്പിക്കാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണത് വരുന്നത് നോക്കാം. ആദ്യം ഒരു റൂളാണ് കേട്ടോ, ഒരു റൂള്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇക്വേഷനാണിത്. M1D1T1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2D2T2 ഡിവൈഡഡ് ബൈ W2. അപ്പോൾ ഈ ഓരോ ടേമും എന്താണെന്ന് ഞാൻ പറയാം. M എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് പേഴ്സൺ. D എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് അഥവാ ദിവസമാണ്. അതുപോലെ T എന്ന് പറഞ്ഞാൽ ടൈം, ഇത്ര മണിക്കൂർ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലാണ് T എടുക്കേണ്ടത്. ഇനി W എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ചെയ്യുന്ന വർക്കിനെയാണ് എന്ന് പറയുന്നത് W എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂള് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15 പേർ 24 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി 18 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണം? ഇത് കോട്ടയം ജില്ലയിൽ നടന്ന LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 15 പേർക്ക് 24 ദിവസം വേണമെങ്കിൽ ആ ജോലി 18 ദിവസം കൊണ്ട് നേരത്തെ ചെയ്ത് തീർക്കണം. ഓക്കെ, 24 ദിവസമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം എങ്ങനെയാണ്, 18 ദിവസം മുൻപ് തന്നെ ചെയ്ത് തീർക്കണം. എങ്കിൽ എത്ര പേർ വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഇത് ചെയിൻ റൂൾ പ്രകാരമാണ് ചെയ്യേണ്ടത്. അതിൽ ചെയിൻ റൂൾ എന്തായിരുന്നു? M1D1T1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2D2T2 ഡിവൈഡഡ് ബൈ W2. ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതല്ലാത്ത ഭാഗത്ത് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി. ഓക്കെ, ഇതിലുള്ളത് എങ്ങനെയായിരുന്നു? M1D1 ഈക്വൽ ടു M2D2. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇക്വേഷൻ എല്ലാം. അല്ലാതെ നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, ഇങ്ങനെയാണെന്ന് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, വർക്ക് വരികയാണെങ്കിൽ മാത്രം അത് ഡിനോമിനേറ്ററിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് M എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ എണ്ണമാണ് അല്ലേ. ഇവിടെ എത്ര പേരായിരുന്നു? 15 ആളുകൾ 24 ദിവസം കൊണ്ട്. അപ്പോൾ നമുക്ക് M-ന്റെ സ്ഥാനത്ത് 15 കൊടുക്കാം. ദിവസത്തിന് പകരം 24 കൊടുക്കുന്നു. 24 ദിവസം കൊണ്ട് തീർക്കുന്നു. എങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 18 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേർ വേണം? M2ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, എത്ര പേർ വേണം എന്ന് തന്നിട്ടില്ല. പക്ഷെ എത്ര ദിവസം കൊണ്ട് തീർക്കണം? 18 ദിവസം കൊണ്ട് തീർക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിനോടുള്ള സംഖ്യ നമ്മൾ കണ്ടെത്തിയാൽ മതി. അതിനായിട്ട് 15 × 24, ഈ 18നെ ഇങ്ങോട്ട് ഇടതുവശത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഡിവൈഡഡ് ബൈ 18 ആയിട്ട് മാറും. ആ 18 ഞാൻ ഒന്നുകൂടി ഈസി ആയി ചെയ്യാൻ വേണ്ടിയിട്ട് 6 × 3 എന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതി. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. 24-നകത്ത് 6 4 തവണയുണ്ട്. അതുപോലെ 15-നകത്ത് 3 5 തവണയും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5 × 4 20 കിട്ടുന്നത്. ശ്രദ്ധിക്കുക, നേരത്തെ 15 ആളുകൾ മതിയായിരുന്നു 24 ദിവസം കൊണ്ട് തീർക്കാൻ. പക്ഷേ 18 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേരാണ് വേണ്ടി വന്നത്? 20 ആളുകളാണ് വേണ്ടി വന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എല്ലാ ടൈമിലും ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളിങ്ങനെ ഇക്വേഷനൊക്കെ എഴുതി വെറുതെ സമയം കളയണ്ട. ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, 16 ആളുകൾ ഒരു ജോലി 25 ദിവസം കൊണ്ട് തീർക്കുന്നു. എങ്കിൽ 20 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്? ഇത് കാസർഗോഡ് ജില്ലയിൽ നടന്ന LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഒരു സ്റ്റെപ്പിൽ ചെയ്യാം? മുമ്പത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ നിന്ന് വിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു? 16 ആളുകൾ 25 ദിവസം കൊണ്ട്. അപ്പോൾ 16 × 25 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 20 ആളുകൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ്. അപ്പോൾ 20 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഡിനോമിനേറ്ററിൽ 20 കൊടുത്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ആയി. മുമ്പത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? എത്ര പേർ വേണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ്. രണ്ടാണെങ്കിൽ നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 20നെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് കുഞ്ഞത് മായ്ക്കുന്നുണ്ട്. 4 × 5 എന്ന് എഴുതാം. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 20-ന് പകരം 4 × 5 കൊടുത്തു. അപ്പോൾ നമുക്ക് 25ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. 5 തവണ
ഓക്കെ, അടുത്ത അതുപോലെ 16ഉം 4ഉം വെട്ടിക്കളഞ്ഞു. 16നകത്ത് 4 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്ത് വന്നു? 4 × 5. ഓക്കെ, 4 × 5 എത്ര കിട്ടി? 20 കിട്ടി. ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ 20 ആളുകൾ 20 ദിവസം കൊണ്ട് ചെയ്താലാണ് ഇത്രയും ജോലി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതും മുമ്പത്തെ അതേ ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ജോലി ചെയ്തു തീർക്കാൻ 8 പേർക്ക് 15 ദിവസം വേണം. ഓക്കെ, ഒരു ജോലി ചെയ്തു തീർക്കാൻ 8 പേരാണെങ്കിൽ എത്ര ദിവസം വേണം? 15 ദിവസം വേണം. എന്നാൽ 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ എത്ര പേർ കൂടുതൽ നിയമിക്കണം? ഓക്കെ, എത്ര പേരെ കൂടുതൽ നിയമിക്കണം? ഇത് മലപ്പുറം ജില്ലയിൽ നടന്ന LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര പേർ വേണം എന്നല്ല, എത്ര പേർ കൂടുതലായിട്ട് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. നേരത്തെ 8 പേരായിരുന്നു. അപ്പം ഇപ്പം എങ്ങനെയാണ്? ഇപ്പം എത്ര പേരാണ് കൂടുതൽ വേണ്ടി വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിന് എത്ര പേർ വേണ്ടി വരും എന്ന് ആദ്യം കണ്ടെത്തുന്നു. അപ്പോൾ 8 പേർ 15 ദിവസം എന്ന് പറയുമ്പോൾ 8 × 15 ഡിവൈഡഡ് ബൈ 10 ദിവസം കൊണ്ട് തീർക്കണം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് എഴുതണം? 10 എഴുതണം. ആ 10ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 × 5 എന്ന് എഴുതുന്നു. അപ്പോൾ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 15നകത്ത് 5 3 തവണ, അതുപോലെ 8നകത്ത് 2 4 തവണ. ഇപ്പം നമുക്ക് എത്ര കിട്ടി? 4 × 3 12 കിട്ടി. അപ്പോൾ 10 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എത്ര പേര് വേണം? 12 പേര് വേണം. ഓപ്ഷനകത്ത് 12 ഉണ്ടാവും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഇതിന് ആൻസർ കിട്ടും. മുൻപ് വേണ്ടി വന്നത് എത്ര പേരായിരുന്നു? 8 പേരായിരുന്നു. ഓക്കെ, മുൻപ് എത്ര പേരായിരുന്നു? 8 പേരാണ് ജോലിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം എത്ര പേരായി? ഇപ്പോൾ 12 പേര് ഈ ജോലിക്ക് വേണം. ഓക്കെ, 10 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര പേര് വേണം? 12 പേർ വേണം. അപ്പം എത്ര പേരാണ് കൂടുതലായിട്ട് വേണ്ടി വന്ന്? എത്രയാണ് കൂടുതലായിട്ട് വേണ്ടി വന്ന് നോക്കൂ. 4 ആണ് കൂടുതലായിട്ട് വേണ്ടി വന്നത്. 12 - 8 4 പേർ കൂടുതലായിട്ട് വേണ്ടി വന്നു. ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, മുൻപ് 8 പേരായിരുന്നു, പക്ഷെ ഇപ്പം എത്ര പേരായി? 12 പേരായി. അപ്പം നമുക്ക് 4 പേര് കൂടുതലായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് കോഴിക്കോട് ജില്ലയിലെ LDC എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മുൻപ് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് ചെറിയൊരു മാറ്റമുണ്ട്. ഞങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. 24 പേർ ദിവസേന 8 മണിക്കൂർ ജോലി ചെയ്താൽ 10 ദിവസം കൊണ്ട് ഒരു ജോലി തീരും. ദിവസേന 10 മണിക്കൂർ ജോലി ചെയ്ത് 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ എത്ര ആളുകൾ വേണം? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മുൻപത്തെ ക്വസ്റ്റ്യനിൽ ഇത്ര ആളുകളുടെ എണ്ണവും ദിവസവും മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സമയം, ഇത്ര മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു എന്നുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെയിൻ റൂളിൽ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യണം? M1 D1 T1 എന്നൊരു ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഈക്വൽ ടു M2 D2 T2. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ടൈം കൂടി ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. വർക്ക് ആണെങ്കിൽ എങ്ങനെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു? വർക്ക് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ആണ് എഴുതേണ്ടത്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ച് വെച്ചാൽ മതി. അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അതിന് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നോക്കാം, നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 24 പേർ ദിവസേന 8 മണിക്കൂർ എത്ര ദിവസം എടുത്തു? 10 ദിവസം എടുത്തു. അപ്പോൾ നമുക്കിതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആളുകളുടെ എണ്ണം 24. എത്ര ദിവസമായിരുന്നു? 10 ദിവസമായിരുന്നു. 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു എങ്കിൽ ഇനി അടുത്ത് എന്ത് വേണം? എത്ര ആളുകൾ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ കണ്ടെത്തണം. എത്ര ദിവസമായിരുന്നു? 6 ദിവസം 10 മണിക്കൂർ വീതം ജോലി ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. 24 × 10 × 8. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ട, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതുക. ഡിവൈഡഡ് ബൈ ഈ 6 × 10 ഡിനോമിനേറ്ററിലോട്ട് വരും. ഓക്കെ, ഇടതുവശത്തോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങോട്ട് വന്നു? ഡിനോമിനേറ്ററിലോട്ട് വന്നു. അപ്പോൾ നമുക്കിത് വെട്ടിക്കളയാം. ഈ 10ഉം 10ഉം വെട്ടിക്കളയാം. അതുപോലെ 24ഉം 6ഉം വെട്ടാം. 24നകത്ത് 6 4 തവണയാണുള്ളത്. അപ്പോൾ ബാക്കി വന്നത് 4 × 8 ആണ്. 4 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. മനസ്സിലായോ? 24 ആളുകൾ 10 ദിവസത്തിൽ 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നത്. ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ട് 10 ദിവസം ജോലി ചെയ്തു. അങ്ങനെയാണെങ്കിൽ 6 ദിവസത്തിൽ ദിവസം 10 മണിക്കൂർ വീതം ജോലി ചെയ്യുന്ന എത്ര പേർ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോട് ജില്ലയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടിയിട്ടുണ്ട്?
32 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാസർഗോഡ് ജില്ലയിൽ LDക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 8 സ്ത്രീകൾ 180 പറ നെല്ല് കൊയ്യാൻ 5 ദിവസങ്ങൾ വേണ്ടിവരും എങ്കിൽ 28 സ്ത്രീകൾക്ക് 3780 പറ നെല്ല് കൊയ്യാൻ എത്ര ദിവസങ്ങൾ വേണ്ടിവരും? ഓക്കെ, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 8 സ്ത്രീകളാണെങ്കിൽ 180 പറ നെല്ല് കൊയ്യാനായിട്ട് 5 ദിവസം വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ അവിടെ 28 സ്ത്രീകളാണെങ്കിൽ 3780 പറ നെല്ല് കൊയ്യാൻ എത്ര ദിവസം വേണ്ടിവരും എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 8 സ്ത്രീകൾ അല്ലേ? അപ്പോൾ ആളുകളുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. 180 പറ നെല്ല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ അവർ ചെയ്യുന്ന വർക്കായിരിക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ വർക്കിന്റെ സ്ഥാനത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അവർ ചെയ്യുന്ന വർക്കാണ്. ഇവിടെ ഇത്ര നെല്ല് കൊയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര ചപ്പാത്തി ചുടുന്നു, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൂച്ച എലിയെ പിടിക്കുന്നു, ഇതൊക്കെ മുൻപ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അവിടെ വർക്കിന്റെ സ്ഥാനത്താണ് ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. M1 D1 W1 T1 ഇല്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഈക്വൽ ടു M2 D2 W2. M എന്ന് പറഞ്ഞ ആളുകളുടെ എണ്ണമാണ്. ഇവിടെ എങ്ങനെയാണ്? 8 സ്ത്രീകളാണ്. എത്ര ദിവസമായിരുന്നു? 5 ദിവസങ്ങളാണ്. എത്ര പറ നെല്ല് കൊയ്യാൻ? 180 പറ നെല്ല് കൊയ്യാനായിട്ട് എടുത്തത്. ഓക്കെ, എഴുതേണ്ട രീതി അപ്പോൾ മനസ്സിലായല്ലോ. സ്ത്രീകളുടെ എണ്ണം, ആളുകളുടെ എണ്ണം എഴുതി, ദിവസം എഴുതി, താഴെയാണ് ചെയ്ത വർക്ക് എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്തത് കൂടി ചെയ്യാം. എത്ര സ്ത്രീകളാണെന്ന് തന്നിട്ടുണ്ടോ? യെസ്, 28 സ്ത്രീകളാണ്. എത്ര ദിവസം എന്ന് തന്നിട്ടില്ല. പക്ഷെ എത്ര പറ നെല്ല് കൊയ്യണം? 3780 പറ നെല്ല് കൊയ്യണം. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് കണ്ടെത്താം കേട്ടോ. പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഈ വാല്യൂസ് കണ്ട് പേടിക്കേണ്ട, നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നോക്കുക, 8 × 5 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു നോക്കൂ 28 ഡിവൈഡഡ് ബൈ 3780 ഈക്വൽ ടുവിൻ്റെ മറുഭാഗത്തോട്ട് വരുമ്പോൾ അത് നേരെ തിരിഞ്ഞു വരും. എങ്ങനെയായിട്ട് മാറും? 3780 ഡിവൈഡഡ് ബൈ 28 ആയിട്ട് മാറും. ഓക്കെ, റെസിപ്രോക്കൽ ആയിട്ട് മാറും. ഇത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. നോക്കുക, 0 ഇവിടെ വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് നോക്കുക, ഏതെങ്കിലും ഈസി ആയിട്ട് വെട്ടാനുള്ളതുണ്ടോ എന്ന് നോക്കുക. ഇത് നോക്കൂ, 18ന്റെ ഇരട്ടി 36 അല്ലേ? അത് കഴിഞ്ഞ് ബാക്കി 1 ശിഷ്ടം 18 കറക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് വെട്ടിക്കളയാം. ഇങ്ങനെയാണ് 37നകത്ത് 18 2 തവണയുണ്ട്, ബാക്കി അവിടെ 1 ശിഷ്ടം വരും. ആ 1ഉം ഈ 8ഉം കൂടി ചേർന്നാൽ എന്തായി? 18 ആയി. അപ്പോൾ 18നകത്ത് 18 1 തവണ. ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കൂ, 21ഉം 28ഉം ഏതാണ്? 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് വെട്ടിക്കളയാം. 21നകത്ത് 7 3 തവണ, 28നകത്താണെങ്കിലോ 4 തവണ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 8ഉം 4ഉം വെട്ടാം. 8നകത്ത് 4 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5 10 വന്നു, 10 × 3 30 വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ 28 സ്ത്രീകൾ 3780 പറ നെല്ല് കൊയ്യാനായിട്ട് 30 ദിവസങ്ങൾ എടുക്കും. ഇത് മനസ്സിലായല്ലോ. അപ്പോൾ LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വർക്കിന്റെ കേസ് വന്നാൽ എങ്ങനെ കൊടുത്താൽ മതി നോക്കുക. M1 D1 ഡിവൈഡഡ് ബൈ W1 താഴെയാണ് ആ വർക്ക് എഴുതി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തതായി 2017 വർഷത്തില് ട്രിവാൻഡ്രം മലപ്പുറം ജില്ലയിൽ നടന്ന LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം. 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികളെ തിന്നും. അങ്ങനെയാണെങ്കിൽ 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ചകൾ വേണം? ഓക്കെ, ക്വസ്റ്റ്യൻ രസകരമാണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ നോക്കുക, 10 പൂച്ചകൾ എണ്ണം തന്നിട്ടുണ്ട്, അതുപോലെ സമയം തന്നിട്ടുണ്ട്, 10 സെക്കൻഡ് ആണ്. 10 എലികളെ തിന്നുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ അവർ ചെയ്യുന്ന ജോലി. ഓക്കെ, അപ്പോൾ വർക്കിന് പകരം എന്ത് കൊടുക്കണം? ആ നമ്പറാണ് പകരം വർക്കിന് പകരമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. M1 D1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2 D2 ഡിവൈഡഡ് ബൈ W2. ഓക്കെ, M എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, 10 പൂച്ചകൾ. അപ്പോൾ എണ്ണത്തിന് പകരം 10 എന്ന് കൊടുക്കുന്നു. ദിവസത്തിന് പകരം എന്ത് കൊടുക്കുന്നു? അവിടുത്തെ സമയം കൊടുക്കുക. എത്ര സെക്കൻഡാണ്? 10 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. അപ്പോൾ അവർ എത്ര
എലികളെ തിന്നും എന്നാണ് പറയുന്നത്? 10 എലികളെ തിന്നും എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയ്ത വർക്കാണ് 10 കൊടുക്കേണ്ടത്. ഈക്വൽ ടു, അടുത്തതായിട്ട് നോക്കൂ, ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ചകൾ വേണം? ഓക്കെ, ആ 100 എലികളെ തിന്നുക എന്ന് പറയുന്നതാണ് അവിടുത്തെ വർക്ക്, W2. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ കൊടുത്തു എത്ര പൂച്ചകൾ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ M ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ആ സമയം ഇവിടെ എത്രയാണ്? എത്ര സെക്കൻഡാണ്? 100 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടെത്താൻ നമുക്ക്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഈ 100 ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമുക്കത് വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടുത്തുള്ള വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഇവിടെയും 10 ക്യാൻസൽ ചെയ്താൽ അവസാനം ബാലൻസ് എന്ത് മാത്രമേ വരുന്നുള്ളൂ? 10 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 100 എലികളെ തിന്നാൻ, 100 സെക്കൻഡ് കൊണ്ട് 100 എലികളെ തിന്നാൻ എത്ര പൂച്ചകൾ മതി? 10 പൂച്ചകൾ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി പുതിയ ക്ലാസ്സിൽ വീണ്ടും കാണാം.